എല്ലാ മാന്യ പ്രേക്ഷകർക്കും മണിച്ചേട്ടൻ്റെ മണിവീണം വെട്ടുമ്പോൾ എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഏതായാലും അക്ഷയ തൃതീയ ദിവസം ആ പ്രോഗ്രാം കണ്ട കുറച്ച് പേരെങ്കിലും പോയി 1 ഗ്രാം സ്വർണ്ണമെങ്കിലും മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ മണിച്ചേട്ടാ? മകൾക്ക് എന്തായാലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? കാരണം എനിക്ക് തന്നെ എൻ്റെ മോള് ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് ആദ്യം കാണിച്ചു തന്ന ഒരു പച്ച കമ്മല്, അതായത് ഒരു പച്ച കളറിലുള്ള ഒരു കമ്മലിട്ട് കാണിച്ചത്. അച്ഛാ ഞാൻ മേടിച്ചു അച്ഛാ, എനിക്ക് മുത്തച്ഛൻ മേടിച്ചു തന്നു എന്ന് പറഞ്ഞു. എനിക്ക് പോയി മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല, ഞാൻ ഷൂട്ടിന് പോയ കാരണം എന്തായാലും നമ്മുടെ അമ്മാനച്ഛൻ പോയി അത് വാങ്ങിച്ചു കൊടുത്തു. ഇന്നലെ കണ്ട ആൾക്കാരും നമ്മുടെ പ്രേക്ഷകർ ഒരുവിധപ്പെട്ടവരെല്ലാവരും കുഞ്ഞുമക്കൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും വിചാരിക്കാം. ഉറപ്പായിട്ടും. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ മണിച്ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഒരു കാര്യം മാത്രം മണിച്ചേട്ടൻ മറച്ചു വെച്ചിട്ടുണ്ട്, കാര്യം ഈ കുക്കിങ്ങിൻ്റെ കാര്യം അല്ലേ? കുക്കിങ്ങിൽ ഏറ്റവും ബെസ്റ്റാണ് മണിച്ചേട്ടൻ്റെ പാചകം എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ അനുഭവിച്ച് അറിഞ്ഞ ആൾക്കാരാണ്. ഒരു ഷോയിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്ത് കാണിച്ചു കൊടുത്തു. അതെല്ലാം ചിക്കൻ കറി ഒക്കെ വെക്കുന്ന കാണിച്ചു കൊടുത്തു. അല്ല, അത് കൂടാതെ ഞാൻ പറഞ്ഞൊരു രഹസ്യമുണ്ട്, കാര്യം അതിനകത്ത് പ്രത്യേകമായ സലാഡുകളൊക്കെ ഉണ്ടാവും. അതെ, സലാഡിന്റെ കഥ പറഞ്ഞപ്പോൾ അതെനിക്ക് മനസ്സിലായി. പ്രചോദനം ഓർത്തെടുത്ത് പറയാം. എൻ്റെ വീട്ടില് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മൂത്തളിയൻ എൻ്റെ വീട്ടിലെല്ലാവരും ഒരു വിശേഷ നാളില് ഓണത്തിനെല്ലാവരും ഒത്തുകൂടിയിരിക്കുക. വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും വിശേഷ നാളാണ്. എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് കലണ്ടറിലെല്ലാം ചുവപ്പക്ഷം കാണുന്നൊക്കെ എൻ്റെ വിശേഷ നാളുകളാണ്. എൻ്റെ കൂട്ടുകാരന്മാർ കളിയാക്കും, അവിടെ ഒരു ചുവപ്പക്ഷം കാണുന്നുണ്ട്, ഇന്ന് അവന് പടക്കം പൊട്ടിക്കാനുള്ള വകുപ്പായി എന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെല്ലാവരും ഓണത്തിനിരിക്കുമ്പോൾ അപ്പോൾ ഒരു സലാഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഞാൻ സലാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവോളയും ഒക്കെ അരിഞ്ഞിട്ട് തൈര് പിന്നെ പച്ചമുളകും ഇഞ്ചിയൊക്കെ തിരുമ്പിയിട്ട് ഉണ്ടാക്കുന്ന സലാഡ്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സലാഡിനകത്ത് വീട്ടിൽ ആരെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്നു ഒരു കുപ്പി ഹണീബി ഉണ്ടായി, മദ്യം. ഒരു കുപ്പി ഹണീബി എടുത്തിട്ട് ഞാൻ തന്നെ ഈ സലാഡിലോണ്ട് ഒഴിച്ചിട്ട് സവോളയും പിന്നെ ഈ തൈരും ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് കുഴച്ചു കൂട്ടി നല്ല സെറ്റപ്പിൽ ആരറിയാണ്ട് അടുക്കളയിലൊരു സൈഡിൽ ഇത് കൊണ്ടുവച്ച് ഉച്ചയായപ്പോൾ കംപ്ലീറ്റ് ആൾക്കാരും ഇതിൽ നിന്ന് സലാഡ് എടുത്ത് കഴിക്കുക. അപ്പോൾ എൻ്റെ മൂത്ത അളിയൻ പറഞ്ഞു, മൂത്ത അളിയന് സലാഡ് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായി. അതിനകത്ത് ഒരു കുപ്പി മദ്യം ഒഴിച്ചേക്കണ കാര്യം ആർക്കും അറിയില്ല. അപ്പൊ മൂത്താളി ചോദിച്ചോട്ടെ, ഞാൻ മൂത്താളിയാ. അപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. എങ്ങനെയുണ്ട് അളിയ സംഭവം? എന്താ അല്ല, നമ്മുടെ സലാഡ് എങ്ങനെ? സലാഡ് നന്നായിട്ടുണ്ട്. നന്നായി അല്ലേ? സലാഡ് മതി. അല്ല ഇനിയിപ്പോ വരുന്നവർക്കൊക്കെ നമുക്ക് ഈ സലാഡ് കറി സലാഡ് മതി അല്ലേ? ഇനിയിപ്പോ അതല്ല പ്രശ്നം. ഇപ്പൊ ഇനി അടുത്ത 28-ാം തീയതി 28-ാം തീയതി സലാഡ് മതി. അപ്പൊ വിഷുവിന് സലാഡ് മതി. അപ്പൊ ഓണത്തിന് സലാഡ് മതി. സലാഡ് നന്നായിട്ടുണ്ട് കേട്ടോ. സലാഡിൽ ഒഴിച്ചു വെച്ചേക്കണ വിവരം ആർക്കറിയില്ല. ഞാൻ നോക്കിയപ്പോ ഇതേ സലാഡ് കഴിച്ചിട്ട് എൻ്റെ അമ്മ കട്ടലപ്പടി താണ്ടിട്ട് ചെമ്മീനിൽ ശീല കിടക്കണ സലാഡ് മതി. അപ്പൊ ഈ സലാഡ് വരത്തി വെച്ച പിന്നെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ കിടക്കണ്ട. ഈ സലാഡിന് എന്താണെന്ന് അറിയില്ല, ഒരു കറക്കുണ്ടല്ലോ സലാഡിന്. അപ്പോഴും അളിയൻ പറയും സലാഡ് മതി. സലാഡിന് ഒരു അംഗണ്ടായത്. പക്ഷെ അത് എന്താ പറയാ, ശരിക്കും നമുക്ക് ഒരു രസം തോന്നിയതാണ്. ചെയ്തത് കുറച്ച് അക്രമമാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് ഈ പറഞ്ഞ സലാഡ് നിങ്ങൾ ആരും വീട്ടിലുണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ സലാഡ് മതിയാവും. പിന്നെ മണിച്ചേട്ടാ, പ്രത്യേകിച്ച് ഈ ഒരുപാട് പ്രണയത്തെ കുറിച്ചൊക്കെ മണിച്ചേട്ടൻ തന്നെ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രണയിക്കുന്നവർക്കായിട്ട് പ്രത്യേകിച്ച് മണിച്ചേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് സിനിമ കല്യാണങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. അത് പറയാൻ കാര്യം ഒരുപാട് തട്ടിക്കൊണ്ടുപോകലും അങ്ങനെ. ഞാൻ ഒരാളെ തട്ടിക്കൊണ്ടാൻ പോയിട്ടുള്ളൂ. പക്ഷെ വാർത്തയിൽ അങ്ങനെയല്ല പറയാം. ഞാൻ കുറേ അത് എങ്ങനെയാണ് മനുഷ്യരാ? അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രചോദ് പറഞ്ഞത് ദിലീപിന്റെ കല്യാണത്തിനെ പറ്റിയിട്ടാണ്, മഞ്ജുവിന്റെ അല്ല. അതില് എനിക്കൊരു പങ്കുണ്ട് കേട്ടോ. അതിനകത്ത് ആ കൂട്ടത്തില് ലാൽ ജോസേട്ടൻ, പിന്നെ ബിജു മേനോൻ, ഞാന്, പിന്നെ ആലുവയില് ദിലീപിന്റെ കൂടെ ഉള്ള ഒരു അഡ്വക്കേറ്റ്, ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഇതേമാതിരി ഒരു ദിവസം സൗത്ത് ജംഗ്ഷൻ കൂടെ നടന്നിങ്ങനെ പോകുമ്പോൾ ദിലീപ് വന്ന് ചാലക്കുടി സൗത്തിൽ ലോയി സാറിന് സ്വീകരണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മറ്റേ കൗണ്ടർ, ഈ ടിക്കറ്റ് കൊടുക്കണതിൻ്റെ കൗണ്ടർ അല്ല ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ദിലീപ് വന്നിരുന്നു. അപ്പോൾ ദിലീപ് എന്നോട് പറയണ, ഞാൻ നീ എന്താ ഇവിടെ? അല്ലടാ, ഞാനിങ്ങനെ ഒരു ഇതിനു വേണ്ടി വന്നത്, അതുകൂടാതെ എനിക്ക് വേറൊരു പരിപാടി കൂടി ഉണ്ട്. അതെന്താ വേറെ പരിപാടി? ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാ, ഞാൻ എന്താ ചെയ്യണ്ട? നമുക്കെന്നാ ശരിയാവോ, കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ കാറിൻ്റെ ഉള്ളിലേക്ക് ഒരു സാധനം എടുത്തിട്ടിട്ട് ഞാനിവിടുന്ന് തൃശ്ശൂർ പോയപ്പോൾ എനിക്ക് അന്ന് എൻ്റെ മൊബൈൽ ഫോണൊന്നും എടുത്തിട്ടില്ല കേട്ടോ. സംഭവം സിനിമ നടനാണെങ്കിലും മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ദിലീപിൻ്റെ കൂടെ പോയിട്ട് നേരെ ബിജു മേനോൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഇതിലുള്ളൊരു ഹോട്ടലിൽ ഞങ്ങൾ താമസിക്കുക.
താമസിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എടാ നിങ്ങൾ ഇവിടെ ഇരിക്കുക, രാത്രി 12 മണിയായി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ഫോൺ ചെയ്യട്ടെന്നു. അപ്പം ഞാൻ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ വന്നപ്പോഴേക്ക് ഇവരെല്ലാവരും കൂടി എന്നെ അവിടെ കളിയാക്കി. എടാ നീ പോയി നോക്കടാ, അവൻ ചിലപ്പോൾ വല്ല ബൂത്തിൽ നിന്നിട്ട് നാടൻ പാട്ട് പാടിയിട്ട് ആൾക്കാരെ കൂട്ടം കൂട്ടിയിട്ട് നാടൻ പാട്ട് പാടിയൊക്കെ ഉണ്ടാവും, നമുക്ക് സമയമായി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ നിന്ന് പോണതും മഞ്ജുവിനെ കൊണ്ടുവരുന്നതും വിവാഹം ചെയ്തു കൊടുക്കണതും. എനിക്കന്ന് മഞ്ജുവിൻ്റെ അച്ഛൻ്റെ നിന്ന് കിട്ടിയൊരു തെറി, നല്ലൊരു വളരെ രസകരമായ ആസ്വദിച്ച മനോഹരമായിട്ടുള്ള മലയാള സിനിമയിലെ ഒരു നല്ലൊരു തെറി ഞാൻ കേട്ടു. ഞാനൊന്നും ചെയ്തില്ല, ഈ പുള്ളി എന്നെ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ ആകെ ഇത്ര റിയാക്ഷൻ ആയില്ല. പുള്ളിക്ക് തന്നെ തോന്നി അതിലെന്തോ ആ ചിരിയിൽ എന്തോ ഒരു എല്ലാം കൂടി തിരിച്ചു പറഞ്ഞതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ആള് ചോദിച്ചതും ശരി തന്നെയാണ്, നിന്റെ പെങ്ങൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നെന്നുണ്ടെങ്കിൽ നീ എന്താ ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഉള്ള പെങ്ങന്മാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി, ഞാൻ എന്ത് ചെയ്യാം, അല്ലാണ്ടൊന്നും പറയാനും പറ്റില്ലല്ലോ. ഒരു അച്ഛൻ്റെ വിഷമാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും ആ വിവാഹം നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു കുടുംബം നമുക്ക് കാണാൻ കഴിഞ്ഞു. മഞ്ജുവിൻ്റെ അഭിനയം നിന്നും അല്ലാതെ കണ്ട് നല്ലൊരു എന്താ പറയുക ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കുഞ്ഞു മോളായിട്ട് സുഖമായിട്ട് ജീവിച്ചു പോവാണ്. മഞ്ജു വന്നതിന് ശേഷം തന്നെയാണ് ദിലീപിന് ഭയങ്കര ഐശ്വര്യവും കയറി 2020 വരെ എന്താ പറയാ നല്ല അടിപൊളിയായിട്ട് മലയാള സിനിമയിൽ പ്രേമിച്ചു പോകാൻ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ജയറാമേട്ടൻ, പിന്നെ ഉർവശി ചേച്ചി, മനോജേട്ടൻ, ബിജു മേനോൻ, സംയുക്ത വർമ്മ, സത്താറ്, ജയഭാരതി, പിന്നാര കുറെ ആൾക്കാരുണ്ട്, ശ്രീനാഥേട്ടനും പിന്നെ ശാന്തികൃഷ്ണ, നവാസ്, രഹന, പിന്നാര നമ്മുടെ ഷാജു ചാന്ദിനി, ഒരുപാട് ആൾക്കാരുണ്ട്. ചേട്ടാ ഈ സിനിമയിൽ ഇപ്പോൾ ഈ പഴയ പ്രേനസ്, ഷീല അങ്ങനെയുള്ള ജോഡികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സിനിമകളും അതിലെ പ്രേമരങ്ങൾ ഇപ്പോഴത്തെ സിനിമകളിലെ പ്രേമരങ്ങളുള്ള ഒരു വ്യത്യാസങ്ങൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. എങ്കിലും ഈ പഴയ ഇപ്പം ബെൽബോട്ടം പാണ്ഡുവൊക്കെ ജയൻ സാറിൻ്റെ സംഭവങ്ങളാണെങ്കിലും അതൊക്കെ ഇപ്പം കാണിക്കുമ്പോൾ സ്ക്രീനിൽ കൈയിടില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, പഴയ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സിനിമയിൽ പ്രേമിക്കുമ്പോൾ കെട്ടിപ്പിടിക്കുമ്പോൾ ഒക്കെ ഒരുവിധം എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം എൻ്റെ ഭാര്യ നിമ്മി ചോദിക്കാറുണ്ട്, നിങ്ങൾ ആ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ശരിയായില്ല വെച്ചാൽ പിടിച്ചതല്ല, നിങ്ങളത് കാണിച്ചത് അത് നല്ലതല്ല എന്ന് പറഞ്ഞത്. അത് ഏതൊരു ഭാര്യയ്ക്കും അങ്ങനെ വിഷമം ഉണ്ടാവും. കാരണം സ്വന്തം ഭർത്താവ് വേറൊരു പെണ്ണിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും, അവർക്കൊരു ഈഗോ അടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരുവിധം നന്നായിട്ട് കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളുണ്ടെങ്കിൽ ഞാൻ സിനിമ കാണിക്കാൻ കൊണ്ടുപോകാറില്ല. കാരണം എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് ഇത് കാണിച്ചിട്ട് വെറുതെ തല്ലുണ്ടാക്കില്ല. പിന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഒട്ടുമിക്ക പ്രേമങ്ങളും പാട്ടുകളും വരുന്നത് സ്വപ്നം കാണുമ്പോഴാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ആലോചന ആയിരിക്കും എന്ന് പറഞ്ഞങ്ങോട്ട് പോകും. അപ്പം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എടി അവര് സ്വപ്നം കാണുന്നതാ, സ്വപ്നത്തിൽ ഇപ്പൊ കെട്ടിപ്പിടിക്കണോണ്ടെന്താ കുഴപ്പം? അപ്പോൾ അവള് പറഞ്ഞു സ്വപ്നമാണോ? ഞാൻ വിചാരിച്ചു അല്ല സ്വപ്നാണെങ്കിൽ ഇത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ റെഡി ഇതൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, മലയാള സിനിമയിലല്ല ഏത് സിനിമയിലായാലും ഒരു നടിയെ കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്ന രംഗം എടുക്കുമ്പോൾ ഒരു നാട്ടിലുള്ള ഒരുവിധപ്പെട്ട ജനങ്ങൾ മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മുടെ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന യൂണിറ്റിലെ അംഗങ്ങൾ, ക്യാമറ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ആർട്ടിലെ ആൾക്കാർ, എല്ലാ ആൾക്കാരും ഈ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇത്ര അടുത്ത് നിന്നിട്ടാണ് ഇത് കാണുന്നത്. അപ്പം നിങ്ങൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളും ഈ കെട്ടിപ്പിടുത്തി കൂടെ ഉണ്ടാവില്ല. നിങ്ങൾ അതിനെപ്പറ്റി പേടിക്കും വേണ്ട. ഇനി ഇതേക്കുറിച്ച് ദൈവം ഇങ്ങനെ ഇവർക്ക് എന്ത് ഭാഗ്യന്മാരാ, രാവിലെ ചില കെട്ടിപ്പിടിക്കുക പാടി അഭിനയിക്കുക. അപ്പൊ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട. ഇതൊരു തൊഴിലിന്റെ ഭാഗമായിട്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ആ സംശയത്തിനുള്ള മരുന്ന് ഇത് കാലത്തും വൈകുന്നേരം 2 നേരം വെച്ച് കഴിക്കാം. ചില ആൾക്കാർ പറയും അങ്ങനെ കെട്ടിപ്പിടിക്കുക, അതൊക്കെ കമ്പ്യൂട്ടർ ടെക്നിക്കാണ്. അത് പറയും ചില സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാ, സഹിക്കാൻ പറ്റാണ്ട് ഇതിങ്ങനെ ഇതൊക്കെ കമ്പ്യൂട്ടർ വേറെ ചുമ്മാ എന്ന് പറഞ്ഞവര് അങ്ങനെ പറഞ്ഞ് സമ്മാനിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരോട് പറഞ്ഞത് കമ്പ്യൂട്ടർ അല്ല, ഒറിജിനൽ കെട്ടിപ്പിടുത്തമാണ്. അപ്പൊ ഈ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മണിച്ചേട്ടാ ഒരു പാരഡി തന്നെ മണിച്ചേട്ടൻ നേരത്തെ പാടിയിട്ടുണ്ട്. ആദ്യം അടിപൊളിയായിട്ട് നല്ല പിന്നെ കാലൊടിഞ്ഞ കിടം തിരുമുകാര അത് നാദശ്വര കേസല്ലേ? കാലൊടിഞ്ഞ് കിടന്ന കിടപ്പിലി കാക്കയിരുന്നു വിരുന്നു വിളിച്ചു, തിരുമുകാര തിരുമുകാര വന്നാട്ടെ, തിരുമുകാര വന്നാട്ടെ. എന്നിട്ട് വാദമാണ് വരുന്നതെങ്കിൽ വാദമാണ് വരുന്നതെങ്കിൽ അത് ചുറ്റിയല്ലേ,
ചുറ്റിക കൊണ്ട് ഇടക്കിടയ്ക്ക് തലക്കടിച്ച് കൊടുക്കണം. ഇറ്റിക കൊണ്ട് ഇടക്കിടയ്ക്ക് തലക്കടിച്ച് കൊടുക്കണം. കാലനാണ് വരുന്നതെങ്കിൽ എവിടെ വെറുതെ പറഞ്ഞു കൊതിപ്പിക്കാൻ. അത് നാദശയുടെ ഇതില് ഞാൻ പാടിയേക്കുന്നത് നല്ല പാട്ടായിരുന്നു. വരി കറക്റ്റ് അല്ലേ? കാലൊടിഞ്ഞ് കിടന്ന കിടപ്പിന് കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ചു തിരുമ്പുകാരാ തിരുമ്പുകാരാ. ശരിയല്ല, കാല് വിളിക്ക് കഴിഞ്ഞിട്ട് നല്ല വരികളെ നാദശയുടെ പാട്ട് വരികളല്ല. ശരി മണിച്ചേട്ടാ, പ്രത്യേകിച്ച് ഇപ്പം മണിച്ചേട്ടൻ ഇപ്പോൾ ഒരുപാട് വേഷങ്ങൾ ചെയ്തു. ഇനിയിപ്പോൾ തന്നെ ഏതെങ്കിലും ഇന്ന വേഷം ചെയ്താൽ കൊള്ളാമെന്നുള്ള മനസ്സിൽ ആഗ്രഹങ്ങളുള്ള എന്തെങ്കിലും കഥാപാത്രങ്ങൾ മണിച്ചേട്ടൻ്റെ മനസ്സിലുണ്ടോ മണിച്ചേട്ടൻ? ഒന്നാമത്തേല് മറ്റൊരാൾ ചെയ്ത വേഷം നമ്മൾ ചെയ്യാതിരിക്കാനാണ് ഏറ്റവും നല്ലത്. കാരണം ഒരാൾക്ക് കുറ്റം പറയാൻ ഏറ്റവും അവസരം ഒരുക്കി കൊടുക്കലായിരിക്കും. ഞാനും ഈ പറഞ്ഞ മാതിരി എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു നാടകം സ്റ്റേജിൽ കളിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനത് പോയി നാടകം കളിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്കാർ പറയും ഇപ്പോൾ ലാലേട്ടനും ചെയ്തു, മമ്മൂക്ക ചെയ്തു, മുകേഷേട്ടൻ ചെയ്തു, ഇവൻ ആവശ്യമില്ലാത്ത പണിക്ക് പോവാണ് ചുമ്മാ. അവരൊക്കെ ചെയ്യണ കണ്ടിട്ട് ആന തൂർണ കണ്ടിട്ട് ആട് തൂറാന്ന് പറയും. എങ്ങനെ പോയാലും ആട്ടുകാട്ട പോകുള്ളൂ പറഞ്ഞ മാതിരി. അതുകൊണ്ട് തന്നെ ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറ്. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു നാടകം നന്നായിട്ട് പഠിച്ച് ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അല്ലാതെ വേറൊരാൾ ചെയ്ത വേഷം ചെയ്യാനായിട്ട് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല. പിന്നെ മണിച്ചേട്ടാ, ഈ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകൾ നമ്മുടെ ചാനലുണ്ട്, മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്, തമിഴിലേക്ക്. ഇത് കാണാറുണ്ടോ മണിച്ചേട്ടാ? ഞാൻ ഇതെന്നെ കാണും. കാരണം വെറുതെ ഇരുന്ന് ചിരിക്കാം. ഈ അർണോൾഡിന്റെ പേരൊക്കെ കാണണം തമിഴില്. സെൽവരാജ്, സുന്ദരം, രാജപാണ്ഡി എന്നൊന്നും ഒരിക്കലും ഈ അർണോൾഡിന് ചേർന്ന. ജാക്കി ചാന്റെ പേര് അറിയാമോ? ഷിബു. അത് മലയാളത്തില് ജാക്കി ചാന്റെ പേരൊക്കെ കണ്ടിട്ട് ബോണ്ട തിന്ന ജാക്കി ചാൻ. ഒരു ബോണ്ട കൂട് മറ്റേ എന്താ ടൈറ്റാനിക്, അങ്ങനെ ജുറാസി പാർക്ക്. പക്ഷെ ഒരു കാര്യം അതിൽ സത്യം പറഞ്ഞിട്ട്, ഈ എന്താ പറയാ, ഈ ഭാഷ അറിയാത്ത ഒരുവിധപ്പെട്ട സാധാരണ ആൾക്കാരും ആ ഭാഷയും കണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ ഈ പറഞ്ഞ് ഈ ഡബ് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റ് ആയിട്ടുള്ള ഡബ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ സത്യമാണ്, എന്തായാലും നല്ലതാണ്, ഒരു നിലയ്ക്ക് നല്ലതാണത്. പിന്നെ മണിച്ചേട്ടാ, ഒരുപാട് ഭാഷകളിൽ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ തെലുങ്കായാലും തമിഴ് അങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അതിൽ മണിച്ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു വേഷമാണ് ജെമിനിലാണെങ്കിൽ ഒരു വില്ലൻ വേഷം ചെയ്തു, അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ മണിച്ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു വേഷം ഏതാണ് മണിച്ചേട്ടാ? ഞാൻ പറഞ്ഞു, കഴിഞ്ഞതിൽ പറഞ്ഞായിരുന്നു ജെമിനി നല്ല വേഷമാണ്. അതുകൂടാതെ കൊണ്ട് പിന്നെ ഞാൻ എയ് എന്ന് പറഞ്ഞ ഒരു പടമുണ്ട്. അതിൽ ശരത് കുമാർ സാറിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടാണ്. അതിനകത്ത് ഒരു രംഗമുണ്ട്, ഈ എന്താ പറയാ, മുറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുമ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഇയാളുടെ ദേഹത്തേക്ക് തെറിക്കണ ഒരു രംഗമുണ്ട്. അത് നല്ല വേഷമായിരുന്നു. നമുക്ക് എയ് എന്ന് പറഞ്ഞ പടത്തിലെ ഞാൻ അതിലൊരു പെണ്ണിന്റെ വേഷം കെട്ടി പാട്ടുപാടി അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ എയിലൊരു സീനും കോമഡി സീനും അതിലൊരു പാട്ടും രംഗം നമുക്ക് കാണാം. മണിച്ചേട്ടാ, ഈ നാടൻ പാട്ടുകൾ മണിച്ചേട്ടൻ പാടുമ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും പഴയ കാലത്തിലേക്ക് പോകാറുണ്ട്. അതിപ്പോൾ ഒരു സ്നേഹമായാലും കൊള്ളാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപേക്ഷയായാലും കൊള്ളാം, അതൊരു പാട്ടിലൂടെ വളരെ ഗംഭീരമായിട്ട് മണിച്ചേട്ടൻ പാടാറുണ്ട്. അങ്ങനെ ഒരു മനോഹരമായൊരു പാട്ടായിരുന്നു കുഞ്ഞുനാളി ചെറുപ്പത്തിൽ മണിച്ചേട്ടൻ പാടിയ പാട്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരു ഭയങ്കര വിഷമം ഉണ്ടാക്കി വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു പാട്ട് നന്നായിട്ട് എഴുതിയ പയ്യനായിരുന്നു. കാവുങ്ങട്ട അമ്പലത്തിൽ പാട്ടല്ലടിയെ കേക്കണത്, നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പുന്നാരെ, നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പുന്നാരെ. ശരിക്കും ഒരു പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ്. പക്ഷെ ആ പയ്യൻ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം മരിച്ചു. അപ്പൊ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം പോലെയാണ്. അത് നന്നായിട്ട് എഴുതുന്നൊരു പയ്യനായിരുന്നു. ആ പയ്യന്റെ വീട് ഇവിടെ അടുത്ത് കാഞ്ഞാണി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഞാൻ ഈ അവസരത്തിൽ അവനെ ഓർത്തു പോവാണ്. ഞാൻ ആ കുഞ്ഞുനാളിൽ എന്ന് പറഞ്ഞ ഗാനരംഗത്ത് അഭിനയിച്ചത് മഞ്ജു വാര്യരാ. നല്ല പാട്ടായിരുന്നു. കുഞ്ഞിനാളിൻ ചെറുപ്പത്തിലല്ലടി എൻ്റെ. നമുക്കത് ലാസ്റ്റ് പാടിയാൽ മതിയല്ലോ. ആ പാട്ട് ഞാൻ പാടിത്തരാട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഈ പറയുന്നത് പ്രത്യേകിച്ച് ഈ നാടൻ പാട്ടുകളൊക്കെ പാടുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ മനുഷ്യർ. ഇപ്പം ഒരുപാട് നാടൻ പാട്ടുകൾ മുമ്പ് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഭംഗിയുള്ള വരികൾ മണിച്ചേട്ടൻ തന്നെ എഴുതി പാടിയിട്ടുള്ള പാട്ടുകൾ? ഞാനും പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പാട്ടുകൾ എഴുതാനായിട്ട് അറുമുഖം വെങ്കിടങ്ങ് മുതൽ പിന്നെ കുറേ ആൾക്കാരുണ്ട്. ഷൺമുഖൻ, പിന്നെ താടി വെച്ച ചാണ്ട പേര് മറന്നുപോയില്ല, അങ്ങനെ ഒത്തിരി ആൾക്കാർ എനിക്ക് പാട്ടുകൾ എഴുതി തരാനായിട്ട് കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ എൻ്റെ പാട്ടുകൾ കുറ്റം പറയുന്ന ഒരു പാട്ട് സാമ്യമുണ്ട്. ഈ മറ്റേ ഒന്നാം പടി എടുത്ത്
അതെന്റെ പാട്ടിന്റെ ഇതാണ്. വരിക്കച്ചക്കട ചോളകളക്കിന് തുടുത്തുടുത്തൊരു കല്യാണി കൊടകരയില് കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം. അത് ശരിക്കും പറഞ്ഞ പ്രചോദന ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലെ ഒരുവിധപ്പെട്ട പാട്ടുകളൊക്കെ കട്ടെടുത്തുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ ഒരു പാട്ട് പാടാം. ഈ പാട്ട് ഏതാന്ന് പറയണം. ഒട്ടകത്തെ കെട്ടിക്കോ ഒട്ടകത്തെ കെട്ടിക്കോ ആ പാട്ട് ഏതാ? ഒട്ടകത്തെ കെട്ടിക്കോ ഒട്ടകത്തെ കെട്ടിക്കോ മുട്ടുവെച്ച മുട്ടുകാരി. ഇത് ശരിക്കും പറഞ്ഞ ഈ പാട്ട് നമ്മുടെ മലയാള പാട്ടാ. കുയിലിനെ തേടി കുതിച്ചു പായും മാര. ഒരുപാട് പാട്ടുണ്ട് തമിഴിൽ തന്നെ. എൻ വീട്ട് തോട്ടത്തിൽ പൂവെല്ലാം കെട്ടുപ്പാർ എൻ വീട്ട് ജന്നൽ കമ്പി എല്ലാമേ കെട്ടുപ്പാർ. ഇത് ശരിക്കും മലയാളം പാട്ടാ. അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം അയ്യപ്പ ഹരേ അയ്യപ്പ പാഹിമാം. പിന്നുണ്ടല്ലോ കളി വീടുറങ്ങിയല്ലോ കളിവാക്കുറങ്ങിയല്ലോ ചൽത്തീരമേ ഒൽത്തി ഒൽത്തീരമേ ജൽത്തി. അങ്ങനെ ആക്കിയിട്ട് അതും അങ്ങനെ വന്ന പാട്ടുണ്ടല്ലേ. ഒരു കുറേ പാട്ടുണ്ട് ഇല്ലേ. ഞാൻ ഒരു പാട്ട് പാടാം കുഞ്ഞുമണി വീണമിട്ട് സപ്പുനബി പോച്ചുനഹി ഉച്ചുപേ ആത്തിനഹി ആച്ചിനക്കിനി കൈസാ കുയ്സേ. എത്രയോ പാട്ടുകൾ അപ്പൊ നമ്മുടെ മലയാളത്തിൽ നിന്ന് കൊണ്ടുപോയ പാട്ടുകൾ ഒരുപാടുണ്ട്. ഹബീബി ഹബീബി അതൊക്കെ ഒരു അറേബ്യൻ അറേബ്യൻ പാട്ടാണ്. എന്താ ഹബീബി ഹബീബി ചന്ദ്രനെ തീർക്കും ഞാൻ. അത് കേട്ട് പരിചയമുള്ള പാട്ടുകൾ എടുക്കുമ്പോഴാണ് പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ ടപ്പയെന്ന് വന്ന് ഓടിയെത്തുന്നത്. പക്ഷെ എന്നാൽ മണിച്ചേട്ടൻ്റെ അടുത്തിരിക്കുന്ന പാട്ടുകൾ കേട്ട് പരിചയമുള്ളതില്ലാത്തതാണ്. ചെറിയ നിറം ആൾക്കാർക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയ വരികളായിരിക്കും. എന്റെ പാട്ടിൽ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ് ഞാൻ നാടൻ പാട്ടുകാരനായ പാട്ട് ഒരു പാട്ടുണ്ട്. അത് ഈ പണ്ട് റോഡ് സൈഡുകളിലൊക്കെ ആൾക്കാർ ടാറിങ് പണി നടക്കുമ്പോ ഈ ഡ്രൈവർമാരും ഈ പെണ്ണുങ്ങളും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടാവും, ലൈനടി. അപ്പൊ അതില് അവര് പാടും പൊട്ടണ് പൊട്ടണ് എന്മാനം പൊട്ടണ് ചുളമരത്തിന്റെ കായ പോലെ എന്തടി നാത്തൂനെ കണ്ടിട്ട് മിണ്ടാത്തേ കാലക്കെടങ്ങാനും സംഭവിച്ചോ പാറിപ്പറക്കണ ചെങ്കോടി ജാക്കറ്റ് ആരുടെ കീശലെ കാശാണടി ഓടിയോടി മണ്ണോടി കൊട്ടാച്ചൂമന്നിട്ട് വാങ്ങിച്ചാതാ ചേട്ടാ ഈ ജാക്കറ്റ് 12:10 ഓണടി കേൾക്കുമ്പോ എല്ലാരെ കണ്ണുമേ വടക്കോട്ടല്ലേ കാലത്തൊരു കുളി ഉച്ചയ്ക്കൊരു കുളി വൈകിട്ട് നാത്തൂന് ഒരു കുളിയുടെ പേര് പറഞ്ഞതിലാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു നല്ല നാടൻ പാട്ടുകാരനായിട്ട് തന്നെ അറിയാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എന്റെ പാട്ടുകളിൽ കുറച്ച് സാധാരണക്കാരന്റെ വരികളായിരിക്കും എന്നുള്ള സത്യമാണ്. അല്ല അങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ ഏതായാലും ശ്രദ്ധിക്കപ്പെടുന്ന എന്ത് സംഭവം ഗോസിപ്പുകളോട് ഞാൻ കൂടുതലും അങ്ങനെ കൂടുതൽ ശ്രദ്ധ തിരിക്കാറില്ല. ഗോസിപ്പുകളെ പറ്റി ചോദിക്കാം, പക്ഷെ അത് നമുക്ക് അടുത്ത എപ്പിസോഡ് ചോദിക്കണം. കാര്യം അത് പ്രേക്ഷകർക്ക് ഒരുപാട് അറിയാനുണ്ട് ഈ ഗോസിപ്പുകളെ കുറിച്ച് എന്താണെന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് മനോഹരമായ എപ്പിസോഡ് ചിരിയും കളിയും പാട്ടുമായിട്ട് മുമ്പോട്ട് നീങ്ങി ഇല്ല ചേട്ടാ. തീർച്ചയായിട്ടും. അപ്പോൾ ആദ്യത്തെ ഒരു പാട്ട് ബാലൻസ് കിടപ്പുണ്ട്, ഓഫർ കിടപ്പുണ്ട്. ആ പാട്ട് നമുക്കത് തീർത്തു കൊടുക്കല്ലേ. അത് ആ പാട്ടിൽ മഞ്ജുവാരെ അഭിനയിക്കാൻ വരുമ്പോൾ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അവിടെ കൊരട്ടിക്ക് അടുത്താ. അപ്പൊ ഞാനും മഞ്ജുവാരും കൂടി ഡാൻസ് കളിക്കുമ്പോൾ മഞ്ജുവാര് പാവം വള്ളയും തല്ലി ചന്തി അടിച്ച് താഴെ വീണു. എന്നിട്ട് മണിച്ചേട്ടാ എനിക്ക് ഇപ്പോഴാ പാട്ടിന് നമുക്ക് ഓർമ്മ വരാം. കുഞ്ഞിനാളിൻ ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി കുഞ്ഞിനാളിൻ ചെറുപ്പത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കുത്ത് ഈ കുത്ത് ആന വരമ്പത്ത് കണ്ടതല്ലേടി കുഞ്ഞേലി കണ്ടതല്ലേടി ആ കുത്ത് ഈ കുത്ത് ആന വരമ്പത്ത് കണ്ടതല്ലേടി കുഞ്ഞേലി കണ്ടതല്ലേടി നിന്റെ അച്ഛനുള്ളൊരു കാലത്തിലല്ലടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കുഞ്ഞിനാളിൻ ചെറുപ്പത്തിലല്ലേടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി ആ കുഞ്ഞിനാളിൻ ചെറുപ്പത്തിലല്ലേടി എന്റെ കുഞ്ഞേലി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്നെ ഞാൻ കണ്ടതല്ലേടി നിന്നെ ഞാൻ കണ്ടതല്ലേടി. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും നമസ്കാരം.